ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലരും പറയുന്നതിനൊന്നും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനവും ഇല്ല ആർക്കും. ഇതിപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണോന്ന് ചോദിച്ചാൽ പല സ്ത്രീകൾക്കും, വളരെ കുറച്ച് സ്ത്രീകളെ അതിനകത്ത് ഇടപെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ത്രീകളൊക്കെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സമയത്തൊക്കെ വേണം ആ പരാതികൾ മറ്റേ കോടതിയിലോട്ടൊക്കെ ചെന്ന് ഓരോ പേരിലുള്ള സാധനങ്ങൾ എടുത്ത് കേസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് കോടതി പറഞ്ഞാൽ കേസ് എടുക്കും, അല്ലെങ്കിൽ കോടതി പറഞ്ഞാൽ ആക്ഷൻ എടുക്കും എന്നല്ല വേണ്ടത്. സ്റ്റേറ്റാണ് ഈ സാധനം ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരോരും ഇല്ലാത്ത ഒരാളെ കൊന്നു, ഒരു ജഡ അവിടെ കുത്തുകൊണ്ട് മരിച്ച നിലയിൽ കാണപ്പെട്ടെന്ന് വിചാരിക്കുക. കുത്തിക്കൊന്നു, അത് തന്നെ. അപ്പോൾ ആരാണ് കേസെടുക്കുന്നത്? ആരും ഇല്ല അവർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും? അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഈ സൽമാൻ ഖാൻ്റെ കേസിൽ സൽമാൻ ഖാനെതിരെ കേസെടുത്ത ആരാ? വഴിയിൽ ഉറങ്ങി കിടന്ന ആൾക്കാർ ആരാന്ന് പോലും അറിയത്തില്ല, ഐഡൻറ്റിറ്റി പോലും ഇല്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് കേസെടുത്തത് സ്റ്റേറ്റ് ആണ്. അതുപോലെ വലിയൊരു അനീതി നടന്നു എന്ന് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പീഡിപ്പിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ അതിജീവിത എന്നൊക്കെ പറയുന്നവരുടെ പേരും ഡീറ്റെയിലും അല്ലെങ്കിലും ആരും പറയാറില്ല. ഇനിയിപ്പോൾ അഥവാ കുറച്ചുനാൾ കഴിഞ്ഞ് ഇവരാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. ബോൾഡായിട്ടൊക്കെ ആരെങ്കിലും പെണ്ണുങ്ങൾ വന്നിരുന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷേ ഇനി ഇങ്ങനൊരു പെട്ടെന്നൊരു അവസരം കിടത്തില്ല. എന്താണോ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം പീഡിപ്പിക്കപ്പെട്ടും വേദനിച്ചും ഭാവിയും തകർന്ന് കുറേ പേരൊക്കെ ജീവിക്കുന്നുണ്ട്. അവരൊന്നും ഇത് അങ്ങനെ വിടേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും ഇല്ല നീതി, ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും നീതിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിലുള്ളവരാരും പുറകോട്ടിറങ്ങാതെ മുന്നോട്ട് വന്ന് പേരെടുത്ത് പറഞ്ഞാൽ, ആദ്യം ഒറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചറവറാന്ന് പൊട്ടും. ഇവന്മാർക്കൊന്നും ഒരു സാധനം ചെയ്യാൻ പറ്റാതെ പോലെ ലോക്കായി പോകും. മുമ്പുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. ഓരോ കേസൊക്കെ പെട്ട് കഴിയുമ്പോൾ ഓരോരുത്തർ പെടുന്ന കണ്ടിട്ടുണ്ടോ? പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇവന്മാർ ഇപ്പോൾ ഈ നടപ്പൊക്കെ അവിടെ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അതോർത്ത് പേടിക്കും വേണ്ട. ഒരാൾ മതി, ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ നാടിനൊരു കുഴപ്പമുണ്ട്, ആരെങ്കിലും ഒരുത്തൻ ഒന്ന് തുടങ്ങി വെക്കാതെ ഒരാളൊന്നും ചെയ്യത്തില്ല. ഈ കൂട്ടം കൂടി തല്ലാൻ പോയാൽ പോലും ഒരുത്തൻ അടിക്കണം ആദ്യം, എന്നാലേ വേറൊരുത്തൻ അടിക്കത്തുള്ളൂ. അതുപോലെ അത് ഏത് കാര്യത്തിലാണ്. കല്ലെടുത്തെറിയാൻ പോലും ആദ്യം ഒരാളെടുത്ത് എറിയണം. എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ചറുപറയാറായിരിക്കും. അതാണ് സൈക്കോളജിൻ്റെ. പലരും പറയാനായിട്ട് ഇരിപ്പുണ്ടാവും. ഒരാൾ ഇറങ്ങി വന്ന് അത് വാർത്തയിൽ ഇപ്പം നിന്നാൽ ഇതിനകത്ത് ഈ പരിപാടി നടക്കത്തില്ല. പക്ഷെ ഒരിക്കലും അത് സംഭവിക്കണം. അതിപ്പോൾ സീനിയർ ആക്ടേഴ്സ് ആരും ആയിക്കോട്ടെ, ഒന്നുമില്ലെങ്കിലും കുറേ നാൾ പീഡിപ്പിക്കപ്പെട്ടവരുണ്ടാവും. ഭാവി ജീവിതം പണ്ടൊക്കെ എന്നോ ഒരു കാലത്ത് നല്ലൊരു ഭാവി പ്രതീക്ഷിച്ച് വന്നവരുണ്ടാവും. അവർക്കൊക്കെ നഷ്ടപ്പെട്ട കുറേ വർഷങ്ങൾ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ട ജീവിതം, നഷ്ടപ്പെട്ട സന്തോഷം, അനുഭവിച്ച വേദന, പീഡനം, ഇതൊന്നും മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. ഇവിടെ ഉള്ളവരാരും അത് മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിചാരിക്കണ്ട. ഇപ്പം തന്നെ ഈ കമ്മീഷൻ പഠനം തുടങ്ങിയിട്ട് 4 വർഷമായിട്ട് അവസാനം 4-ാം വർഷമൊക്കെ പറഞ്ഞ പോലെ സിനിമയൊക്കെ ഒരുപാട് കൊല്ലം ഷൂട്ട് ചെയ്ത് റിലീസായ പോലത്തെ ഒരു സംഭവമല്ലേ ഇത്. മൊത്തം സെൻസറിങ്. അതിനകത്ത് വയലൻസ് സീൻസ് എല്ലാം കട്ട് ചെയ്ത്, ലവ് സീൻസ് കട്ട് ചെയ്ത് അല്ലേ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴും ഇത് സെക്കൻഡ് പാർട്ടിന് പറഞ്ഞാൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നുള്ള പോലത്തെ രീതിയില്ല. ഇത് വെച്ചാൽ വില്ലനെ ഒന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ആകെ കിട്ടിയേക്കുന്നത് മറ്റേ ഇവനെയാണ്, മറ്റേ ബല്ലാൽ ദേവനെ അടിക്കാൻ ഇതുവരെ വന്നില്ല. ബാഹുബലി എത്തിയിട്ടില്ല. എന്താ ബല്ലാൽ ദേവ്? അതെ. അപ്പം അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങൾക്ക് ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടത്തില്ല. ഇനി ഇതും പറഞ്ഞുകൊണ്ടൊക്കെ നടന്നാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പറയും, കണ്ടോ ഇത്രയും വലിയ റിപ്പോർട്ട് ഉണ്ടായിട്ട് ഒരുത്തിനും വന്നില്ലെങ്കിൽ ഇപ്പം നീ എന്തിനാണ് വരുന്നത്, ഇതിനകത്ത് എന്തോ കള്ളത്തരമുള്ളവരെ തോന്നും കേട്ടോ. നാട്ടൊരു കളിയാക്കും. സ്ത്രീകൾക്ക് മൊത്തത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇനി മുന്നോട്ട് പാടായിരിക്കും. കാരണം എന്തെങ്കിലും സംഭവിച്ചു വരുന്നാൽ ഇതുപോലൊക്കെ ഓരോരുത്തർ പലയിടത്തിരുന്ന് പലതും പറഞ്ഞ്, കാരണം ഇത്രയും ഒരു എന്താ പറയണ്ടേ, ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈമായത്. ഇനി ഇതിനപ്പുറത്തോട്ട് പിന്നെ എനിക്ക് എപ്പോഴും എനിക്ക് പറ്റി അല്ലെങ്കിൽ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അല്ലെ പറയാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇല്ല, ഇനി ഒരു അവസരമില്ല. എന്താണ് ഞാൻ നഷ്ടപ്പെട്ട കുറേ കാലമുണ്ട്, വേദനിച്ച കുറേ സമയമുണ്ട്, എന്തോരം നാണം കെട്ടിട്ടുണ്ടാവും. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരും ഉണ്ട് ഇതിനകത്ത് വെട്ടേക്കുന്ന കുറേ എണ്ണം. പല രീതിയിൽ ഹരാസ്മെൻറ്റും എല്ലാം എടുക്കണം. ആരൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഇപ്പം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരാളെ പറഞ്ഞുള്ള പ്രശ്നം അയാളുടെ ശത്രുക്കളെല്ലാം കൂടി ഇറങ്ങി ഇങ്ങോട്ട് വരും. അപ്പോൾ അടുത്തോളം പറയും, അല്ല വേറെ ഒരുത്തം പറയും, എന്താ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. വർക്ക് പ്ലേസ് ഹരാസ്മെൻറ്റ് എന്ന സാധനത്തെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പഠിച്ചു നോക്ക്. പിന്നെ ഈ പറഞ്ഞാൽ മറ്റേ അബ്യൂസ് എന്നൊക്കെ പറയുന്ന സംഭവം പഠിക്കണ്ട, ഇതും ഒന്ന് ആലോചിച്ച് നോക്ക്. പല അവസരങ്ങൾ ഇല്ലാണ്ടാക്കിയതും, ചവിട്ടിത്താത്തിയതും, നല്ല നല്ല പെർഫോമൻസ് കാണാതെ പോയതും,
ഈ സ്വപ്നങ്ങളൊക്കെ തല്ലി തകർത്തതൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്. ആരായിരുന്നു അതെന്നൊക്കെ. എന്നിട്ട് ആ തരത്തിലുള്ള പരാതികൾ മുന്നോട്ട് വരണം. അല്ലാതെ ഇത് നടക്കത്തൊന്നുമില്ല. ഇതിന്മേൽ പെണ്ണുങ്ങളെല്ലാം കൂടെ കിടന്ന് ലാസ്റ്റ് കുളമാക്കരുത്. മുന്നിട്ട് ഇറങ്ങിയേക്കുന്നവർ തന്നെ കുറച്ചും കൂടി ശക്തരാവണം. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ വല്ല പീഡനം ഉണ്ടാകുന്ന ഞാൻ പറയാമെന്ന്. ഇപ്പം കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഈ പവർ ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞ അതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. ഇതൊരു നല്ല അവസരമാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ചിലർക്ക് മരിച്ചു വരെ പറ്റിയൊക്കെ കുറ്റം പറയുന്നുണ്ട്, അതിലും ഭേദം ജീവിച്ചിരിക്കുമ്പോൾ അതങ്ങ് പറയുന്നത്. അപ്പോൾ ശരി, എല്ലാവർക്കും ഇതൊന്നും വായിച്ചിട്ടൊന്നും അറിയാനൊന്നും ഇല്ല. ഇതൊക്കെ എനിക്കിതിന് മുന്നേ അറിയാം. എനിക്ക് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തെ അറിയാവുന്ന കാര്യങ്ങളാണ് മൊത്തം. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഞാൻ അറിയുവാന്ന് വേണ്ടു. അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ പ്രത്യേകിച്ച് പുതുമയുള്ള ഒരു കഥയില്ല. വേണ്ട സാധനമൊന്നും ഇല്ല. വേണ്ടപ്പെട്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് ഭയങ്കര പഠനം നടത്തിയ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് ഉറപ്പിക്കുക, ഇത് തന്നെ വെറുതെ പറഞ്ഞല്ലോ, ആ വിശ്വസിക്കാൻ പറ്റാത്തിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി കാണും. ഇനി മുന്നോട്ടുള്ള കാര്യം പറയാം. ഇതിനകത്ത് ഇങ്ങനെ നടന്നിട്ടേ ഇല്ലാത്തൊരു ഇൻഡസ്ട്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രവർത്തനമെല്ലാം ഒരു ഫലം ഇല്ലാതായി, അല്ലെങ്കിൽ ഇത്രയും നാൾ മെനക്കെട്ടത് വെറുതെ ആയി എന്നുള്ളതല്ലാതെ ഇനി ആരെങ്കിലുമൊക്കെ കൂടി എന്തെങ്കിലും ഒതുക്കിയിട്ടുണ്ടെങ്കിലും 1-2 പേര് മുന്നോട്ട് വന്നാൽ ഇതെല്ലാം പൊട്ടിത്തെറിക്കും. യാതൊരു സംശയവും വേണ്ട. ഇത്രയും ദിവസം പിടിച്ചു വെച്ചതും ഒതുക്കിയതും എല്ലാം പൊട്ടും. അപ്പോൾ അത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിശ്വസിക്കാൻ പറ്റുന്നവരോട് സംസാരിച്ച് നോക്ക്. നല്ല അഡ്വക്കേറ്റിനെ വേണമെങ്കിൽ അത് കണ്ടെത്താൻ നോക്ക്. അതേ നടക്കത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ വേണം പോകാൻ, അല്ലെങ്കിൽ ശരിയാകത്തില്ല ഇവർ. ഞാൻ ആലോചിക്കുന്നതല്ല, സ്വന്തം വീട്ടിലെ മകള് പീഡിപ്പിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അച്ഛൻ പറയാ, ഞാൻ വേണ്ട രീതിയിൽ ഒന്ന് പഠിക്കട്ടെ, ഞാനൊന്ന് എക്സാമിൻ ചെയ്യട്ടെ. ഇത് പറഞ്ഞത് ശരിയല്ല, വേണ്ടത്ര ധാരണയില്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ഗതികെട്ട മനുഷ്യരെന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്താ പറയാ, ഒരു ന്യായം ഇല്ലാത്തൊരു പരിപാടിയാണ്. അതുകൊണ്ടല്ല അത് പറയുന്നത്. ഇതിനകത്തൊക്കെ മറ്റേ എന്താ പറയുക, ഓരോരുത്തർക്കും അവരുടെ റോൾ എന്താണെന്ന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് പറയുന്നതായിരിക്കും. എന്താണേലും കൊള്ളാം, റോള് കൊള്ളാം. ആദ്യത്തെ ഒരു സീൻ ഉണ്ടാകുന്നല്ലോ, നായകനെ കാണാനില്ല, വില്ലന്മാർ എവിടെ, നായകന്മാർ വില്ലനെ തപ്പി നടക്കുന്നു, കിട്ടുന്നില്ല, കാണുന്നില്ല, എവിടെ എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അടുത്തടുത്ത് ഓരോ ദിവസം ഓരോ സീൻ കാണാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സീൻ നടക്കും കേട്ടോ, യാതൊരു സംശയം വേണ്ട. ഇതിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം അതുപോലെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ആരെങ്കിലും വരും. പിന്നെ ചാറുപറ നിൽക്കാൻ നേരം കാണത്തില്ല. മീഡിയക്കാർക്കൊക്കെ ചാകര. കാരണം ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവരൊക്കെ കംപ്ലൈന്റ് പറയാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അല്ലെ ശ്രദ്ധിച്ച് നോക്കിയോ നിങ്ങൾ? എനിക്ക് ഇവരുടെയൊക്കെ പേര് മനസ്സിലായി ആരൊക്കെയാന്ന്. ഒന്നിങ്ങനെ എണ്ണി നോക്കണം, നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം. ഇതാണോ അതാണോ ഇന്ന ആയിരിക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 പേര് വരും. കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക ആരാന്ന്. ഞാൻ വേണം ഇപ്പോൾ എഴുതിയിട്ടേക്കാം എവിടെയും. ഓരോരുത്തരെ പൊക്കുമ്പോൾ ടിക്കിടാം. മറ്റേ ഇങ്ങനെ സീരിയൽ കില്ലേഴ്സൊക്കെ കൊന്നു വരത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. എല്ലാവർക്കും അറിയാം. സ്ത്രീകളെ നിങ്ങളാരും സംശയിക്കത്തൊന്നുമില്ല. ഒരിക്കലും നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ല. ആരെങ്കിലും അങ്ങനെ ഇറങ്ങി വന്നാൽ നേരിട്ട് വന്ന് അവിടെ നിന്ന് 1,1000 പേരെ സപ്പോർട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഒരാൾ ഞാനും ആയിരിക്കും, യാതൊരു സംശയം വേണം. ഞാൻ വരാം, അവിടെ വരെ വരാം, കൂടെ നിൽക്കാം, തല്ലിക്കൊന്നാൽ നമുക്ക് ഒന്നിച്ച് മരിക്കാം. എങ്ങനെ ഇരിക്കണ്? അങ്ങനെ വരാൻ ആൾക്കാരില്ലേ? അതെന്താ പേടിക്കുന്നേ? അങ്ങനെയുള്ളവരുണ്ട് ഇവിടെ. എല്ലാവരും ഇവരെ പോലെ അല്ലല്ലോ, അല്ലേ? ഒന്ന് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്.